സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. നോട്ട് പ്രതിസന്ധി ഒരു മാസം പിന്നിട്ട വേളയിൽ കൗമുദി ടിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം, ഡോക്ടർ ടി.എം. തോമസ് ഐസക്. നോട്ട് പ്രതിസന്ധി കേരളത്തെ എങ്ങനെ ബാധിച്ചു, ഇനി എങ്ങനെ ബാധിക്കും? നമ്മളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ. കാരണം കേരളത്തിന് വലിയൊരു അസംഘടിത മേഖലയുണ്ട്. അവിടെ എല്ലാം നോട്ട് വെച്ചാൽ ചെയ്യുന്നത്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുമെങ്കിൽ നോട്ടാണ്. ഇന്നലെ ഞാൻ അടൂരൊരു കശുവണ്ടി ഫാക്ടറി സ്ത്രീകൾ സമരം ചെയ്യുന്നു പറഞ്ഞ് ചെന്നു. അവർ മിനിഞ്ഞാന്ന് ഫാക്ടറി അങ്ങ് എല്ലാ മാനേജ്മെൻറ്റ് സ്റ്റാഫിനും പുറത്താക്കി അവരെല്ലാം കുത്തിരിക്കും രാത്രി മുഴുവൻ. സ്ത്രീകൾ പിറ്റേന്നും ഞങ്ങളുടെ കൂലി കിട്ടിയിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ കേട്ട് ഞാൻ പിന്നെ ചെന്നു. അപ്പോൾ അവിടെ ഏക ഡിമാൻഡ് ഞങ്ങളെ ബാങ്കിൽ വിടാൻ പാടില്ല. അവിടുത്തെ എംമാർക്ക് ഞങ്ങളെ വേണ്ട. പിന്നെ ഒരു ദിവസത്തെ ജോലി പോകും. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കാശ് കൊണ്ട് തരാമെന്ന് പറഞ്ഞാലേ ഞങ്ങൾ പോവുള്ളൂ. അവസാനം അവിടുത്തെ മാനേജറോട് ബാങ്ക് ട്രഷറിയിൽ അക്കൗണ്ട് തുറന്ന് പണം ഇട്ട് കഴിഞ്ഞാൽ അത് ഇവർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച, അപ്പോഴും ചൊവ്വാഴ്ചയെ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ അവധിയാണ് 3 ദിവസം. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച തുറക്കുമ്പോൾ ഞാൻ കാശ് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതാണ് അസംഘടിത മേഖലയിലെ സ്ഥിതി. അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് പോകുന്നുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് ആരും അതിൽ ചിന്തിക്കാത്ത വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നുണ്ട്. അത് ഗൾഫ് പണവരുമാനം കുത്തനെ കുറയാം. കാരണം ഇവിടെ പണം അയച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ വലിയ ഭയാശങ്കകളാണ്, ഉത്കണ്ഠകളാണ്. അതുകൊണ്ട് ഗൾഫ് പണവരുമാനം, ഗൾഫ് അവരുടെ സമ്പാദ്യം മുഴുവൻ ഗൾഫിൽ തന്നെ വയ്ക്കുക, ഇങ്ങോട്ട് അയക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ വരുമാനത്തിൻ്റെ 35% ഗൾഫ് ആവണമാണ്. അതിൻ്റെ ഉണ്ടാകുന്ന കുറവ് ദേശീയ നമ്മുടെ സംസ്ഥാന വരുമാന വളർച്ചയൊന്നും സ്വാധീനിച്ചില്ലെങ്കിലും വലിയ തിരിച്ചടിയായിരിക്കും. അത് നമ്മുടെ ഉപഭോഗത്തെ കാണാം. കച്ചവടം ഭയങ്കര മോശമായി ആണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ വളരെ തകർന്നു. മൊത്തത്തിൽ കേരളത്തിലെ സാമ്പത്തിക വളർച്ച എൻ്റെ ഒരു മനക്കണക്ക്, നമ്മളിപ്പോൾ 7% വെച്ച് വളർന്നുകൊണ്ടിരുന്നവരാണ് ഒരു 4% അത്രയും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ പന്തിയില്ലായിരുന്നു. ഈ ഗൾഫല്ല നമ്മുടെ റബ്ബറിൻ്റെ ഒക്കെ വിലയിടിഞ്ഞപ്പോൾ സംഗതി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതും കൂടിയായപ്പോൾ പൂർണ്ണമായി ഒരു 4% കേരളം പോകാൻ പോയത്. അടുത്ത മാസത്തെ ശമ്പളം എങ്ങനെ കൊടുക്കും? അതാണ് വേറൊരു വ്യവലാതി ഉള്ളത്. ഈ മാസം ശമ്പളം അടുത്തപ്പോൾ 3,000 കോടി രൂപ ട്രഷറിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോട്ടായിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ലെന്നുള്ളൂ. പണമുണ്ട്, നോട്ടില്ല. ഇനി ജനുവരി ആകുമ്പോൾ നോട്ട് പക്ഷേ റിസർവ് ബാങ്ക് തരാൻ തയ്യാറാവും. പക്ഷേ ട്രഷറി പണം ഉണ്ടാവില്ല. നികുതി വരുമാനം ഗണ്യമായിട്ട് കുറയും. കേരള സംസ്ഥാനത്തിന് നികുതി വരുമാനം ഒരു 40% കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും കുറവ് നികുതി വരുമാനത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ കേന്ദ്ര സർക്കാർ വായ്പ കൂടുതലെടുക്കാൻ വന്നില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം, സംശയമില്ലാതെ പോകാം. പക്ഷേ വായ്പ കൂടുതലെടുക്കാൻ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരണം ചെയ്ത് പോകാം. കേന്ദ്ര സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ധനമന്ത്രിമാരുടെ സമ്മേളനത്തിൽ എല്ലാ ധനമന്ത്രിമാരും ഇത് ആവശ്യപ്പെട്ടു, വായ്പ കൂടുതലെടുക്കാനോ തരണോ. അപ്പോൾ അത് കേന്ദ്രത്തിൽ നട്ടമൊന്നുമില്ലാത്ത ഏർപ്പാടാണ്, കൊണ്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. ഏതൊക്കെ മേഖലകളിലാണ് കേരളത്തിൻ്റെ വരുമാനം, നികുതി വരുമാനം അല്ലെങ്കിൽ വരുമാനം കുറയുന്നത്? ലോട്ടറി പൂജ്യമായി, ഇന്ന് കിട്ടത്തില്ല. ലോട്ടറി വിൽപ്പന ഇല്ലല്ലോ. സ്റ്റാമ്പ് ഡ്യൂട്ടി പകുതി താഴെയാവും. പിന്നെ മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞു. ഈ നോട്ടില്ലാത്തതുകൊണ്ട് മേടിക്കാൻ പോയി എന്ന് എനിക്ക് തോന്നുന്നത്. മദ്യാസക്തി കുറഞ്ഞുകൊണ്ടെന്നാണ്. ഒരു 30%, ഒരു 20% മദ്യത്തിൻ്റെ വരുമാനം കുറയാം. വാറ്റ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് പാതിയായിട്ട് മാറും. ഈ മോട്ടോർ വെഹിക്കിൾസ് കുറഞ്ഞപ്പോൾ മോട്ടോർ വാഹന നികുതിയും കുറയും. ആകെ കുറയാതിരിക്കാൻ പോകുന്ന പെട്രോളിൻ്റെ മേലുള്ള നികുതിയാണ്. അത് പഴയ 500 നോട്ട് കൊടുത്താലും പെട്രോൾ അടിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ കച്ചവടം
വലിയ കുറവില്ലാതെ പോയിട്ട്. ആ 500 അന്ന് നിർത്തിയല്ലോ പെട്രോൾ പമ്പിൽ 500. ഇപ്പം നിർത്തി. അന്നേരം ഇതിനെ എങ്ങനെ അതിജീവിക്കാനാണ് ആലോചിക്കുന്നത്? നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കണമല്ലോ, അതിനെന്തെങ്കിലും ഇത് ജനങ്ങൾ സഹിക്കല്ലാന്ന് നിർത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടടിക്കാൻ വേറെ ആർക്കും അവകാശമില്ലല്ലോ. അതുണ്ടായെങ്കിൽ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി അടുപ്പിച്ചാൽ അത് അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രിൻറ്റിംഗ് പ്രസ് 4 എണ്ണമാണ്. ആ 4 പ്രസ്സും അങ്ങോട്ട് 2 ഷിഫ്റ്റ് വെച്ച് പ്രവർത്തിച്ചാൽ പോലും ഒരു ചുരുങ്ങിയത് 6-7 മാസം എടുക്കും ആവശ്യത്തിന് നോട്ടെത്താനെന്നാണ് പറഞ്ഞത്. എല്ലാ നോട്ടും എത്താനായിട്ട് 1 വർഷം എടുക്കും. ഇതാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത്. ഡിസംബർ 30-നുള്ളിൽ എല്ലാം തീരുമെന്നുള്ളത് വെറും വ്യാമോഹമാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ 5 ദിവസമായിരുന്നു, പിന്നെ 50 ദിവസമായി. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി പറയുന്നു ഒരു 1-2 പാദങ്ങൾ വെച്ചാൽ 3-6 മാസം അങ്ങനെ മാറ്റി വെക്കുകയാണ്. പക്ഷേ അപ്പോഴത്തെ നോട്ടൊക്കെ എത്തും. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ദൂഷ്യം മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കും. ഡിമാൻഡ് കുറയും, ഉൽപ്പാദനം മൊത്തത്തിൽ കുറയും, വളർച്ച മന്ദീഭവിക്കും. അപ്പോൾ ആളുകൾ ഉദാഹരണത്തിന് നോക്കൂ, റിസർവ് ബാങ്ക് വില താഴണം. വിലക്കയറ്റം ഉള്ളതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പലിശ താത്താത്തത്. കൂടുതൽ വായ്പ എടുത്ത് മുതൽ മുടക്കിയാലെന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വില താഴെയാണ്. പക്ഷേ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നില്ല. പലിശ നിരക്ക് കുറയ്ക്കാത്തതിന് കാണിച്ചാൽ ഇവിടെ പലിശ നിറച്ചാൽ ഇവിടുന്ന് ഡോളർ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നവർ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പലിശ നിരക്ക് കുറഞ്ഞില്ലേ? ആ ഡോളർ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞാൽ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടും, രൂപയുടെ ഡിമാൻഡ് കുറയും, രൂപയുടെ മൂല്യം ഇടിയും. ഇങ്ങനെയൊക്കെയുള്ള ഊരാക്കുടുക്കുകളിലാണ് സമ്പദ്ഘടന. ഈ ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഈ പലിശ നിരക്കിലെങ്കിലും അല്പം കുറവ് വരുത്തുമെന്ന് സാധാരണ ജനങ്ങൾ ഞാനും കരുതിയിരുന്നത്. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇതാണ് ഒരു വലിയ ഗുണമായിട്ട്. പലിശ നിരക്ക് കുറയും, പലിശ നിരക്ക് കുറയുമ്പോൾ നിക്ഷേപം കൂടും, നിക്ഷേപം കൂടുമ്പോൾ സമ്പദ്ഘടന കുതിച്ചു വളരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഊർജിത് പട്ടേൽ പറയുന്നത് കുറയ്ക്കൂലെന്ന് മാത്രമല്ല, അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞു. കേന്ദ്രത്തിന് ഇവിടെ നിന്ന് നോട്ട് തിരിച്ചു വരാത്തത് കൊണ്ടുള്ള നേട്ടം അങ്ങോട്ട് കൊടുക്കാനും പറ്റത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. അങ്ങ് ധനകാര്യമന്ത്രി എന്നതിലുപരി ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. ഒരു നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ ഈ ഒരു നോട്ട് പിൻവലിക്കലിന് കോട്ടങ്ങളല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇതിനുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ ഇങ്ങനെ അർദ്ധരാത്രി പിൻവലിക്കാതെ ഒരു 3 മാസം കഴിഞ്ഞ് ഡേറ്റ് നിശ്ചയിച്ച് പിൻവലിച്ചാലും ഉണ്ടാകാമായിരുന്നു. നേട്ടമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് ഡിസംബർ 30 കഴിഞ്ഞാൽ എല്ലാ കള്ളനോട്ടും പോയി. അവയ്ക്കൊന്നും ഇനി തിരിച്ചു വരാൻ പറ്റില്ല. കള്ളനോട്ട് ഇപ്പോൾ ഉള്ളതെല്ലാം പോയി, വെടിപ്പായി. ഇത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത് ഡേറ്റ് നിശ്ചയിച്ചാൽ പോകുമായിരുന്നു. അല്ല, മുന്നറിയിപ്പ് കൊടുത്താൽ ഈ കള്ളപ്പണം എല്ലാം വെളുപ്പിക്കുക. അല്ല, കള്ളനോട്ടാണ്. കള്ളനോട്ട് ഇവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? 1. 2, കള്ളപ്പണം ഉണ്ടെന്നിരിക്കട്ടെ, 500-ൻ്റെ 1000-ൻ്റെയും ബാങ്കിൽ തിരിച്ചെത്തണമല്ലോ. തിരിച്ചെത്തുമ്പോൾ ചോദിക്കാമല്ലോ എവിടെ നിന്നാണ് ഈ പണം, എൻ്റെ സ്രോതസ് എന്ത്. ഇപ്പം നിങ്ങൾ പറഞ്ഞേക്കന്ന് പലർക്കും കൊടുത്തിട്ട് അവരെ കൊണ്ടിടിക്കും. അതിപ്പോഴും ചെയ്യുന്നില്ലേ? അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടുന്നവൻ തന്നെ അന്നും രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന നേട്ടം നമുക്ക് ഈ പങ്കപ്പാടൊന്നും ജനങ്ങൾക്ക് കൊടുക്കാതെ ചെയ്യാമായിരുന്നു. ആണ് ഈ അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ. ഇത് മുഴുവൻ ചെയ്തത് ഇതൊരു നാടകമാണ്. രാഷ്ട്രത്തോട് അർദ്ധരാത്രി പറയുന്നു, പിന്നെ വികാരധീനായിട്ട് എൻ്റെ ജീവൻ തന്നെ അപകടത്തിൽ നിന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വികാരം, ദേശീയ വികാരം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. ഇപ്പം ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുന്നത്. ക്യാഷ്ലെസ് എക്കോണമിക്ക് പോകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്തതെന്താ അറിയാമോ? അവരാദ്യം അവിടെ വലിയ നോട്ടുകൾ മാത്രം പിൻവലിക്കും, ഏറ്റവും വലിയ നോട്ടുകൾ. അപ്പോൾ അത്രയും വലിയ ഇടപാട് നടത്തേണ്ടവരൊക്കെ സ്വൈപ്പ് ചെയ്യാൻ പോകും. ഇവിടെ 1000-ൻ്റെയാണ് നമ്മുടെ ഏറ്റവും വലിയ നോട്ട്, ആ പിൻവലിച്ചു. എന്നിട്ട് 2000 നോട്ട് ഇറങ്ങിയിരിക്കുക, എന്നിട്ട് ക്യാഷ്ലെസ് എക്കോണമിക്കിൽ പോകാമെന്ന് പറയാം. വെച്ചാൽ ക്യാഷ്ലെസ് എക്കോണമി ഒന്നും വലിയ ലക്ഷ്യമായി വെച്ചിരുന്നില്ല. ഇപ്പോൾ വേറെ നിവൃത്തികേട് വന്നുകൊണ്ട് പിന്നെ ക്യാഷ്ലെസ് എക്കോണമി എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയടക്കുക. ഇത് ഇങ്ങനെയൊക്കെയുള്ള അസംബന്ധങ്ങളാണ്, മനുഷ്യന്മാരെ പറ്റിക്കാന്നാണ് ചിന്തിക്കുന്നത്. ഇന്ത്യ പോലെ രാജ്യത്ത് ഈ കാഷ്ലെസ് കറൻസിക്ക് എത്രമാത്രം പ്രായോഗികമായിട്ട് അത് പറ്റും? പക്ഷേ കേരളം സാക്ഷരതയെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അതിന് സാധ്യതയുണ്ടോ? കേരളം ഇപ്പോൾ തന്നെ മെട്രോസ് മാറ്റി നിർത്തിയാൽ ഈ സ്വൈപ്പിംഗ് കാർഡും ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ ആമസോൺ
സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുക പിള്ളേർക്കൊരു ഹരമാണ്. അങ്ങനെയാണെന്ന് സാക്ഷരത വരിക, വരുമാനം വർദ്ധിക്കുക, കൂടുതൽ സംഘടിത മേഖലയിലേക്ക് വ്യവസായങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാഷ്ലെസ് വരുന്നത്. അപ്പോൾ ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ. കക്കൂസില്ലാത്ത രാജ്യം, അക്ഷരാഭ്യാസമില്ലാത്ത രാജ്യം, 90% ഏതാണ്ട് ഗ്രാമത്തെ 100% പേര് അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നു. നമ്മുടെ കശുവണ്ടി ഫാക്ടറി തൊഴിലാളി പോലെ. സാറേ ഞങ്ങൾ അങ്ങോട്ട് വിടും. ഞാനിക്ക് ചിരി വന്ന് പോയി പറഞ്ഞപ്പോൾ. കാരണം പണ്ട് വസൂരി കുത്തിവെക്കാൻ വരുമ്പോൾ ഓടി ഒളിക്കില്ല എന്ന് പറഞ്ഞ ഈ ബാങ്കിലേക്ക് മാത്രം പറഞ്ഞു വിടരുത്. അവർ പറഞ്ഞ ശരിയാണ്. അവരുടെ ആഴ്ചയിലുള്ള 1000-1500 രൂപ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഇത്ര 500 പേര് അവിടെ ഉള്ള 2-3 ബാങ്ക് ബ്രാഞ്ച് ഉണ്ടാവും. അങ്ങോട്ട് ചെന്നിരിക്കട്ടെ. അവിടുത്തെ ബാങ്കുകാർക്ക് ഇഷ്ടമാണ്, ഇവർ വേണം ഇതിട്ടാൻ. അപ്പോൾ അവർ ഇവരെ മോശമായിട്ട് നിസ്സാരവൽക്കരിച്ച് പെരുമാറും. ഒരു ദിവസം മുഴുവൻ ക്യൂ നിങ്ങൾ പറയും ഒരു കൗണ്ടർ ഉള്ളത് നിങ്ങൾക്ക്, ബാക്കിയൊക്കെ വേറെ ഇടപാടുകാർക്ക്. അതിന് ന്യായം. പക്ഷെ ഒരു കൗണ്ടറിൽ 500 നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പോയില്ലേ, ഒരു ദിവസം കഴിഞ്ഞാലും കിട്ടാൻ വരില്ലേ. അപ്പോൾ അവർ പറയണത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അത് കേരളത്തിലുള്ള അത്രയും ബാങ്കുകളുടെ ബ്രാഞ്ച് ഉത്തരേന്ത്യയിലൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഇല്ല, അപ്പോൾ അതും ഇല്ല. നമുക്കിവിടെ എത്രയോ ബ്രാഞ്ച് സഹകരണ മേഖലയെ ഇപ്പോൾ എടുക്കുന്നില്ല. സഹകരണം കഴിഞ്ഞാൽ നമ്മൾ എത്രയോ മുന്നിലാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഇന്ത്യയിൽ ഇങ്ങനെ ക്യാഷ്ലെസ് ആക്കണമെന്ന് പറഞ്ഞാൽ ആവില്ല. അമേരിക്കയിൽ പോലും 45% ഇടപാടുകൾ, തുകയല്ല കേട്ടോ, ഇടപാടുകളെ ഈ ഡിജിറ്റലായിട്ട് നടക്കുന്നു. ഇന്ത്യയിൽ ഇപ്പം 2%. 2% എന്നുള്ളത് 10%. 5 ഇരട്ടി കൂട്ടിയാലും 10% ആവത്തുള്ളൂ. അത്രേ ആവത്തുള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റിന് മറ്റു കുറേ ഇളവുകൾ പ്രഖ്യാപിച്ചു. അതെ അതെ അതെ. സർവീസ് ചാർജ് ഉണ്ടാവില്ല. നേരത്തെ ഡിജിറ്റൽ ചാർജ് ചെയ്യുമ്പോൾ ആ സർവീസിന് സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. സർവീസ് ടാക്സ് എടുത്ത് മാറ്റി. അപ്പോൾ ഇതിപ്പോൾ ഇതാണ് ലക്ഷ്യം. പിന്നെ ഇന്ത്യൻ സമ്പദ്ഘടന അടിയന്തരമായി ചെയ്യേണ്ട കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അത് 100 രൂപയ്ക്ക് 75 പൈസയുടെ ആനുകൂല്യമേ ഉള്ളൂ. അത് നാട്ടിൽ പാവങ്ങൾക്ക് വല്ലതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഏർപ്പാട് നോക്കാം. ആ തൊഴിലുറപ്പ് പദ്ധതി കൂലി കിട്ടിയിട്ട് സകല സ്ഥലത്ത് 3-4 മാസമായി തൊഴിലാളികൾക്ക്. 100 ദിവസത്തെ പണി വരുമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള പണം വകയിരുത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പകരം അതൊക്കെയാണ് മുൻഗണന. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ സാവകാശം എടുത്ത് ഡിജിറ്റലായിട്ടൊക്കെ പോവാം. അല്ലാതെ ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുഴുവൻ ഡിജിറ്റലായിരിക്കുന്ന രാജ്യങ്ങളിലാണ് കള്ളപ്പണത്തിൻ്റെ ഏറ്റവും വലിയ. അമേരിക്ക ഈ എന്താ ഈ ടാക്സ് ഹാവൻസ് എന്ന് പറയുമല്ലോ. ഇപ്പോൾ മൊറീഷ്യസ്, ദുബായ്, സീഷൽസ്, പനാമ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ, അല്ലെ സ്വിസ്, ഇതൊക്കെ ഇവിടെ വരുന്ന പണം നമ്മുടെ പണമുണ്ട്. പക്ഷേ ഇതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഡിജിറ്റൽ എക്കോണമി എന്ന് വരുന്ന പണമാണ്. ഡിജിറ്റലായാൽ കള്ളപ്പണമൊന്നും ഇല്ലാതാവില്ല, സ്വല്പം പ്രയാസം ഉണ്ടാവും. ഇത് അംഗീകൃതമാണ്. ഇങ്ങനെ വലിയ വലിയ ബഹുരാഷ്ട്ര കുത്തകൾക്ക് അവർ അന്തർദേശീയമായി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. രാഷ്ട്രങ്ങളുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രമായിട്ട്. അതാണ് കള്ളപ്പണം. അവരുടെ അക്കൗണ്ടിൽ പെടാത്ത പണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ വേണം. അങ്ങനെ ഈ ടാക്സ് സേവൻസ് നിന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സാധനമാണ്. അങ്ങനെ ഉള്ള ഇവരാണ് ഡിജിറ്റൽ വന്നാൽ ഇപ്പോൾ കള്ളപ്പണം മുഴുവൻ പോകുമെന്നും പറഞ്ഞു കിടക്കും. ഈ സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധം ഉലഞ്ഞു. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഇത് ഇത്രയും ഉണ്ടായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്ത് ചെയ്യാറില്ല. പോട്ടെ, ധനമന്ത്രിമാർ എപ്പോഴും ചേരുന്നതാണ്. എന്നാൽ ശരി, നമുക്കൊരു അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ. ഇത്തവണയും അജണ്ട വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പോണ്ടിച്ചേരി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്നെ ധനമന്ത്രി. ബംഗാൾ ഇത് ചർച്ച ചെയ്യാതെ ഇനി വേറെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു? GST കൗൺസിൽ അവസാനിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. പിന്നെ ഇത് എത്രയെന്ന് വെച്ചാൽ അതിൽ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോണം. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട എന്ന് വെച്ചാൽ അവസാനം GST കൗൺസിൽ അവസാനിച്ച് കഴിഞ്ഞിട്ട് ഇത് എന്താ GST കൗൺസിൽ എന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ചർച്ചയിൽ എന്താ കുഴപ്പം? അനൗപചാരികമായിട്ട് പറ്റത്തുള്ള നിലപാടെടുക്കേണ്ടത് എന്ത്? ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, അധികാരങ്ങൾ, അവരോട് സമഭാവനയോടെ പെരുമാറാനുള്ള രീതി, ഇതൊക്കെ ഈ മോഡി സർക്കാരിനില്ല. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഡോക്ടർ ഐസക് വിഷം പുരട്ടിയെന്ന് സംസ്ഥാന BJP ഘടകം ആരോപിച്ചിട്ടുണ്ട്. ഉള്ളത് പറയുമ്പോൾ അവർക്ക് വലിയ പ്രയാസമാണ്.
യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളുടെ മുന്നിൽ വലിയ കുതിരകയറ്റം നടന്നുകൊണ്ടിരിക്കണം. നേരത്തെ ഓരോ സംസ്ഥാനത്തിന് എത്ര കിട്ടും എന്നുള്ളതിന് തിട്ടമുണ്ടായിരുന്നു, ഗാഡ്ഗിൽ ഫോർമുല എന്നൊക്കെ പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷൻ ചർച്ച ചെയ്ത് നമ്മളോടൊക്കെ ചർച്ച തീരുമാനിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി തീരുമാനിക്കുന്നില്ലേ, പ്ലാനില്ലല്ലോ. അത് ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് പണം നൽകും. ഈ ഫിനാൻസ് കമ്മീഷൻ തീർപ്പ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ. അപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അത് എക്കാലത്തും ഇന്ത്യയിൽ തർക്ക വിഷയമാണ്. ഈ BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവരും വലിയ വക്താക്കളായിട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറിഞ്ഞപ്പോൾ സംസ്ഥാനത്തിൻ്റെ അവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വിഷം പുരട്ടാൻ നടക്കുന്നവരാണെന്ന് പറയും. ഞാൻ BJPക്കാരോട് ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ ഈ നോട്ട് മുഴുവൻ റദ്ദാക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്യണ്ട. റദ്ദാക്കി കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങൾ വിളിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാം, അത് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ചർച്ച ചെയ്തു എന്ന് പറഞ്ഞത് വിഷം പുരട്ടലായിട്ട് മാറണമെങ്കിൽ എന്ത് തിമിരോ, രാഷ്ട്രീയ തിമിരോ ബാധിച്ചിരിക്കുന്നത്. ഇവരുടെ ധാരണയെ ഇവർ എല്ലാക്കാലത്തും കേന്ദ്രത്തിൽ ഇരിക്കാൻ പോയെന്നാണ്. അടുത്ത ലക്ഷം കേട്ട് കാണാം. മറ്റൊരു ആരോപണം സംസ്ഥാന പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. അതായത് ശമ്പള വിതരണ കാര്യത്തിൽ അനാവശ്യമായ ആശങ്ക ഉണ്ടാക്കി ഐസക് ഒരു ഷോമാനെ പോലെ പെരുമാറുന്നൊക്കെ പരിഹസിച്ചു. ഇത് പ്രതിപക്ഷ നേതാവിന് 3 ദിവസം എടുത്തു ഒരു പ്രസ്താവന ഇറക്കാനായിട്ട്, നോട്ട് റദ്ദാക്കി കഴിഞ്ഞിട്ട്. നോട്ട് റദ്ദാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പത്ര സമ്മേളനം ഞാൻ നടത്തി. ഇത് അസംബന്ധമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പേയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു, ഇത്രയും പറയണോ, ഇങ്ങനെ എത്ര കടുപ്പിച്ച് പറയണ്ടേ, നിങ്ങളൊരു ഇരുത്തം വന്ന ആളെ പോലെ സംസാരിച്ചാൽ പോരായിരുന്നു ഒക്കെ ചോദിച്ചു. പിറ്റേന്ന് അസംബ്ലിയിൽ ഷാഫി പറമ്പിൽ ഇത് വല്ല ചോദ്യോത്തര വിഷയതല്ലെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നീണ്ടൊരു ചോദ്യം ചോദിച്ചതിനെക്കുറിച്ച് ഞാനൊരു മറുപടിയും കൊടുത്തു. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പറഞ്ഞത് അവിടെ റെക്കോർഡിലുണ്ട്, ആശങ്ക പടർത്തരുന്നുള്ള. പക്ഷെ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, അല്ല ഇത് ഗൗരവമായ വിഷയമാണ്, ഇതുകൊണ്ട് ഇങ്ങനെ ചോദ്യോത്തര വേളയിൽ പോരാ, നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് മന്ത്രി നടത്തണം എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഞാൻ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നതാണോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതാണോ ശരി? ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ പറഞ്ഞതെന്താ, ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ശമ്പളം മുടങ്ങില്ല, അതിട്ട് തരും, പക്ഷേ 24,000 കിട്ടത്തുള്ളൂ പറയണ്ടേ. എവിടെയെങ്കിലും പണം വരാൻ വൈകും ചിലപ്പോൾ, അപ്പോൾ വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും, ട്രഷറി തുറന്നിരിക്കും, 8 മണി വരെ ട്രഷറി തുറന്നിരുന്ന് കൊടുക്കും. അതുകൊണ്ട് വേവലാതിപ്പെടേണ്ട. പരിഭ്രമം ഉണ്ടാക്കിയ ആളുകളെ കൂട്ടി ബഹളം ഉണ്ടാക്കാനല്ല, കുറയ്ക്കാനാണ്. പിന്നെ 2-3 ട്രഷറി പോയി ഇതെങ്ങനെ പോകണമെന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇത് ജീവനക്കാരെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം, അവരോട് പറയണം സബാഷ് നല്ല കാര്യം ചെയ്തിരിക്കുന്നത്, നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെല്ലുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ 5 മണിക്ക് വീട്ടിൽ പോകേണ്ടവൻ 8 മണി വരെ ഇരിക്കാനായിട്ട് തോന്നലുണ്ടാവത്തുള്ളൂ. അതിനെ റോഡ് ഷോ എന്ന് പറഞ്ഞ് പരിഹസിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് അത് പ്രയാസം, എന്നെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആക്ഷേപിക്കാൻ അദ്ദേഹം ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലൊരു യോജിപ്പില്ല എന്നുള്ളൊരു ഫീലുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹവും ഉമ്മൻചാണ്ടിയും എല്ലാം കൂടി വന്ന കത്ത് തന്ന് മുഖ്യമന്ത്രി കണ്ട് ഒരുമിച്ച് സമരം വേണം, പ്രക്ഷോഭം വേണം. തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ ചിലത് ഡിക്ലെയർ ചെയ്തിരുന്നു, അവർ ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞാൽ യോജിച്ചുള്ള സമരം വരെ വേണമെന്നൊക്കെ ചർച്ച ചെയ്തു പോയവരാണ്. അപ്പോൾ അത് സുധീരൻ അതിനെ പാരവച്ചു. അത് സത്യം പറഞ്ഞാൽ UDFന്റെ രാഷ്ട്രീയ നിലപാട് പാർട്ടി തർക്കം. അപ്പോൾ ഇവർ സമരത്തിൽ നിന്ന് അങ്ങനെ ഔട്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഇടതുപക്ഷം ഇതിൻ്റെ ഭരണത്തിലാണെങ്കിലും അവരാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഒരു ക്ഷീണം. അപ്പോൾ ആ ക്ഷീണവും തീർത്തേക്കാന്ന് വെച്ചിട്ടുള്ള ഏർപ്പാടായിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് അദ്ദേഹമായിട്ട് എനിക്ക് മുടക്കൊന്നുമില്ല, നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി കാലം മുതൽ അറിയാവുന്നവരാണ്. മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞാൽ
ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിന് പകരം വല്ലാതെ ആവലാതിപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും കേന്ദ്രത്തെ കുറ്റം പറയുകയും മാത്രമാണ് ചെയ്തതെന്ന് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനമുണ്ട്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും മടിയില്ല, പേടിയില്ല. ഇനിയിപ്പോൾ മുഖത്തോക്കി പറയണമെങ്കിലും അതിന് ആരും മടിയില്ല. ഈ ആശങ്ക ഉണ്ടാക്കില്ലല്ലോ ഇത് കാര്യം പറയണ്ടേ. ഇത് ഇങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ പോകണമെന്ന് പറയണമല്ലോ ജനങ്ങളോട്, മറച്ചു വയ്ക്കേണ്ട കാര്യം. അപ്പം പിന്നെ എൻ്റെ രാഷ്ട്രീയമാണത്. അതിന് ഞാനിരിക്കുന്ന ആണിക്കാരിക്കുന്നിരിക്കണത് ഈ BJPയുടെ രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം. അവർ ചെയ്യുന്ന ഭീമമായ പങ്കത്വം അത് ജനങ്ങളുടെ പറയൽ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഈ നോട്ട് പ്രതിസന്ധി കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് സഹകരണ മേഖലയിലാണ്. സഹകരണ ബാങ്കുകൾ പ്രതിസന്ധിയിലാണ്. ഇതിനെ അതിജീവിക്കാൻ എന്താണ് മാർഗം? ഒന്ന്, ഇവരിപ്പോഴും സഹകരണമേഖലയുടെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അനങ്ങുന്നില്ല. അതിൽ മുഖ്യ സംഭാവന നമ്മുടെ നാട്ടിലെ BJPക്കാരാണ്. അവരാണ് ഇത് കള്ളപ്പണ കേന്ദ്രമാണ്, കേരളീയർ മുഴുവൻ കള്ളപ്പണക്കാരാണ് എന്നും പറഞ്ഞ് അവിടെ നടക്കുന്നത്. ചിലപ്പോൾ കള്ളപ്പണം ഉണ്ടാവും. വാണിജ്യ ബാങ്കിലില്ലേ? ഇതല്ലേ കേന്ദ്ര റവന്യൂ സെക്രട്ടറി പറയണത്, വാണിജ്യ ബാങ്കിൽ ഇട്ടിരിക്കുന്ന അക്കൗണ്ട് മുഴുവനും. ഇവിടെ അക്കൗണ്ട് ആരും കൊണ്ട് ഇടുന്നില്ലല്ലോ, ഞങ്ങൾ മുഴുവൻ പരിശോധിച്ച് ഇനി പിടിക്കുമെന്നും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ, എന്നിട്ട് അവിടെ ഇടാൻ അനുവദിക്കുന്നുണ്ടല്ലോ. ഇത് ഇവിടെ പണയിടപാട് നടന്നാൽ അതിൻ്റെ ട്രേസ് ഇല്ലാതാവില്ല. 1 കോടി ആക്കുണ്ടായിരുന്നു, അതിൻ്റെ റെക്കോർഡിലുണ്ട് 1 കോടി ആക്കുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എവിടെ നിന്നാണ് 1 കോടി എന്ന് എപ്പോഴും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇത് മനഃപൂർവ്വം ഈ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള BJPയുടെ പരിശ്രമം. അവിടെ തെറ്റിദ്ധാരണ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല. ഉണ്ട്, 2-3 ബാങ്ക് ഉണ്ട്. ഒരു 10-12 ബാങ്ക് ഉണ്ട്. കാസർഗോഡ് കുറച്ച് ബാങ്കും, തിരുവനന്തപുരത്ത് 2-3 ബാങ്കും ഉണ്ട്. സഹകരണ മേഖല CPMന്റെ ഒരു ശക്തി. അപ്പോൾ അവരുടെ ധാരണ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ CPMനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഈ സഹകരണ മേഖലയിലാണ് CPMന്റെ ശക്തി എന്നൊക്കെ പറയുന്നത്. CPMന്റെ ഒക്കെ നിക്ഷേപം അവിടെയാണെന്നും പറയാം. CPMന്റെ നിക്ഷേപം അവിടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് എളുപ്പമായല്ലോ CPMന്റെ നിക്ഷേപത്തിൻ്റെ ഇനിയിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെ വിട്ടിട്ട് പിടിച്ചാൽ പോരെ. അതുകൊണ്ട് ഒരിക്കലും BJP ഇനിയൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യരുത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് CPM നിക്ഷേപത്തെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പോൾ എന്നാൽ അതേ സമയത്ത് സത്യം എന്താ, കേരളത്തിലും സഹകരണ പ്രസ്ഥാനത്തിലും കോൺഗ്രസിനും CPMനും ഏതാണ്ട് തുല്യമായിട്ടുള്ള UDF എടുത്ത കോൺഗ്രസിന് മാത്രമാവില്ല, അവരുടെ ലീഗിനൊക്കെ മലപ്പുറം ആ പ്രദേശങ്ങളിലൊക്കെ അവരാണ് എടുത്താണ്ട് തുല്യമായിട്ടുള്ള സ്ഥാനമാണ്. BJPക്ക് ഇല്ല. അതിന് കുറുക്കു വഴി നോക്കിയിട്ടൊന്നും കാര്യമില്ലൊന്നും. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടാന്നല്ലാതെ ബാങ്കുകൾ തകർത്തിട്ടൊന്നും BJP നിങ്ങളിവിടെ വളരാൻ പോകുന്നില്ല.